അള്ളാഹുവിന്റെ പോരിശ പ്രകാശഗേഹമേ, ആവേശം ഹജ്ജ് ചെയ്യുന്നോരുടെ രോമാഞ്ചമേ, ഉല്ലാസമന്ദിരം പ്രപഞ്ചത്തിന്റെ മധ്യമേ, ഉമ്മുൽ ഖുറാ പ്രകീർത്തനം ജഗൽ സങ്കേതമേ, അല്ലാഹവൻ കലാമിൽ വാഴ്ത്ത ഹജറുൽ അസ്വദും കനിവോടെ മുത്തം കൊള്ളും ഹാ മുത്തഖീങ്ങളും. അള്ളാഹുവിന്റെ പോരിശ പ്രകാശഗേഹമേ, ആവേശം ഹജ്ജ് ചെയ്യുന്നോരുടെ രോമാഞ്ചമേ. ഖത്താബിൻ മന്ദിരം തവാഫ് ചെയ്യും ലോകമേ, ഖൈറായ മാർഗം ഹജ്ജ് നിർവഹിക്കും ഭാഗ്യമേ, അള്ളാഹുവിന്റെ പോരിശ പ്രകാശഗേഹമേ, ആവേശം ഹജ്ജ് ചെയ്യുന്നോരുടെ രോമാഞ്ചമേ. നബി മുതൽക്കും അമ്പിയാക്കൾ സർവരും ആരാധിച്ചുള്ള പരിശുദ്ധമായ കേന്ദ്രവും, വേദാതിവേദികൾക്കും ലക്ഷ്യം സ്ഥാനമാണതേ, ബൈത്തുൽ ഹറം ചരിത്രമേകിടുന്ന വീടതേ, അള്ളാഹുവിന്റെ പോരിശ പ്രകാശഗേഹമേ, ആവേശം ഹജ്ജ് ചെയ്യുന്നോരുടെ രോമാഞ്ചമേ, ഉല്ലാസമന്ദിരം പ്രപഞ്ചത്തിന്റെ മധ്യമേ, ഉമ്മുൽ ഖുറാ പ്രകീർത്തനം ജഗൽ സങ്കേതമേ, അള്ളാഹുവിന്റെ പോരിശ പ്രകാശഗേഹമേ, ആവേശം ഹജ്ജ് ചെയ്യുന്നോരുടെ രോമാഞ്ചമേ. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا. ഹജ്ജ് എന്നാൽ അറഫ എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്. ഹജ്ജിന്റെ മറ്റ് ചടങ്ങുകൾ നഷ്ടപ്പെട്ടു പോയാൽ പ്രായശ്ചിത്തമുണ്ടെങ്കിലും അറഫ സംഗമത്തിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് ഹജ്ജ് തന്നെയില്ല. മുഴുവൻ ഹാജിമാരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരേ സമയം സമ്മേളിക്കുന്ന ഏക ചടങ്ങും ഇതുമാത്രമാണ്. മഹ്ശറ വൻ സഭയിലെ വിചാരണയെ സ്മരിപ്പിക്കും വിധം ലക്ഷക്കണക്കിന് ഹാജിമാർ സമ്മേളിക്കുന്ന അറഫ ഭൂമിയുടെ ചരിത്ര പശ്ചാത്തലം വിശാലമാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആദിപിതാവ് ആദം നബി അലൈഹിസ്സലാമും നമ്മുടെ വന്ധ്യമാതാവ് ഹവ്വാ ബീവിയും ഭൂമിയിൽ വെച്ച് ആദ്യം കണ്ടുമുട്ടിയ ഇതേ അറഫ താഴ്വരയിൽ വെച്ചാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി തങ്ങൾ ചിന്തോദീപകവും ചരിത്രപ്രസിദ്ധവുമായ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. അർത്ഥഗാംഭീര്യവും ചിന്താബന്ധരവും ഹൃദയസ്പർശവുമായ ആ പ്രൗഢോജ്വല മനുഷ്യാവകാശ പ്രസംഗം ചരിത്രത്തിന്റെ സുവർണതാളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ലക്ഷത്തിൽ പരം വരുന്ന സഹാബാക്കളെ മാത്രമായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിസംബോധന ചെയ്തത്. മറിച്ച് ലോക അവസാന കാലം വരെ വരാനിരിക്കുന്ന ഈ അനുഗ്രഹീത ഉമ്മത്തിനും മൊത്തം അഭിസംബോധന ചെയ്യുകയായിരുന്നു. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك الله. العلام
الذي يقضي بين عباده ويكلمهم ليس بينه وبينه ترجمان. تذكر يوم طائر الصحف فآخذ كتابه بيمينه وآخذ كتابه. ശ്രവിക്കുവിൻ, ഇസ്ലാമിന് മുമ്പുള്ള അജ്ഞാന കാലത്തിലെ എല്ലാ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഞാൻ എന്റെ രണ്ട് കാലിനടിയിൽ ചവിട്ടി താഴ്ത്തപ്പെട്ടിരിക്കുന്നു. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു മഹത്വവുമില്ല. മനുഷ്യമഹത്വം സ്രഷ്ടാവിനോടുള്ള ഭക്തിയുടെ മാനദണ്ഡമനുസരിച്ചാണ്. നിങ്ങൾ കഴിക്കുന്ന അതേ ആഹാരം നിങ്ങളുടെ അടിമകൾക്കും നൽകുക. നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം തന്നെ അവരെയും ധരിപ്പിക്കുക. സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുക. സ്ത്രീകൾക്ക് നിങ്ങളോടും നിങ്ങൾക്ക് സ്ത്രീകളോടും ചില ബാധ്യതകളുണ്ട്. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും അന്യോന്യം പവിത്രമായി കരുതേണ്ടതാണ്. ഈ ദിവസവും ഈ മാസവും ഈ വർഷവും പവിത്രമായതുപോലെ. ഇങ്ങനെ ദീനിന്റെയും ശരീഅത്ത് വിധികളുടെയും പല തത്വങ്ങളും വ്യക്തമായി വിശദീകരിച്ച നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 അമൂല്യ സമ്മാനങ്ങളും നമ്മെ ഏൽപ്പിച്ചു. വിമോചനത്തിന്റെ മാർഗദർശനമായ